പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് പറയുന്നത് കണ്ടല്ലോ, LDCയുടെ ലിസ്റ്റിൽ ആളെ കൂട്ടുന്നുണ്ട്. എന്നാൽ അതിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റിൽ മാറ്റമില്ല എന്ന് പറയുന്ന കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് കാണുന്നതാണെന്ത്, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ ഒരുപാട് പേരുടെ പ്രൊഫൈലുകളിൽ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്തിയത് അത്രയും LDCയുടെ ലിസ്റ്റിലേക്കുള്ള പ്രൊഫൈലുകളിലേക്കാണ് മെസ്സേജ് പോയിട്ടുള്ളത്. LGSന്റെ നിലവിൽ ഇതുവരെ പ്രൊഫൈലിൽ മെസ്സേജുകൾ വെച്ചാൽ പുതുതായിട്ട് പ്രൊഫൈലുകളിലേക്ക് മെസ്സേജ് പോയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്, LD ക്ലർക്ക് സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. തസ്തിക മാറ്റം വഴി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തവരുടെ എണ്ണം കൂടിയത് കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന് അനുപാതമായിട്ടാണ് നിലവിൽ ഇപ്പോൾ LDCയിൽ ആളെ കൂട്ടുന്നതിനുള്ള തീരുമാനം ഇപ്പോൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിവിധ ജില്ലകളിൽ കുറച്ചുകൂടി ഉദ്യോഗാർത്ഥികളെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച മെസ്സേജ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ 14 ജില്ലകളിലുമായിട്ട് 9,900 പേരെയാണ് എന്ത് ചെയ്യുന്നത്, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നത്. ഇതിനെതിരെ ധാരാളം ഉദ്യോഗാർത്ഥികൾ PSC ചെയർമാൻ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ഒരുപാട് സമരങ്ങളൊക്കെ നയിച്ച് നമ്മുടെ PSC ഓഫീസിന് മുമ്പിൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം മുൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ അത്രയും പേരെങ്കിലും പുതിയ റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടുത്തണമെന്നായിരുന്നു അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. അതിൽ 15,333 പേരെയാണ് മുൻ LDC റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അത്രയും ആളെ തന്നെ ഇപ്പോഴും വേണമെന്നാണ് എന്ത് ചെയ്യുന്നത്, ഉദ്യോഗാർത്ഥികൾ നിലവിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതിലും തന്നെ വേറെ കുറച്ച് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് ക്യാൻസൽ ചെയ്യണം, പുതിയ പരീക്ഷ നടത്തണമെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അങ്ങനെയാണ് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സമരത്തിന് എതിരായിട്ട് മാറിയതും ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം. ഒരിക്കലും നമുക്ക് ആ ഒരു കാര്യത്തിന് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് കഴിയത്തില്ല അല്ലേ. അപ്പോൾ പരീക്ഷ പഠിച്ചെഴുതിയവരെന്ത് ചെയ്യുക, ലിസ്റ്റ് വിപുലീകരിക്കുക തന്നെ ചെയ്യണം. പക്ഷേ പരീക്ഷ മാറ്റണം എന്ന് പറയുന്ന ആ ഒരു ഉന്നയത്തോ അല്ലെങ്കിൽ ആ ഒരു അവകാശവാദത്തോട് നമുക്ക് ഒരിക്കലും യോജിക്കാനായിട്ട് കഴിയത്തില്ല അല്ലേ. അതുപോലെ തന്നെ താഴെ പറയുന്ന മറ്റൊരു കാര്യം എന്താണ്, നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റിൽ മാറ്റമില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിന്റെ സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചവരുടെ എണ്ണത്തിൽ നിലവിൽ മാറ്റമില്ല. ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ അപേക്ഷിച്ചവരുടെ വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നാണ് വിവരം അല്ലേ. നമുക്ക് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ സാധ്യതാ ലിസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ആലപ്പുഴ ജില്ലയിൽ ആകെ ഉൾപ്പെടുത്തിയിട്ടുള്ള എത്ര പേരാണ്, 917 പേരെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലിസ്റ്റിൽ ആളെ കുറച്ച് PSC നിലപാടിനെതിരെ ഉദ്യോഗാർത്ഥികൾ സമര പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു LDCയിൽ ആളെ കൂട്ടുന്നു, LGSയിൽ ആൾക്കാർക്ക് മാറ്റമില്ല എന്ന് പറയുന്ന ഈ ഒരു വാർത്തക്കകത്ത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ അടുത്ത് നമുക്ക് നോക്കേണ്ടത് KSFE അസിസ്റ്റന്റ് 298 ഒഴിവുകൾ കൂടി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ കമ്പനി ബോർഡുകളിലായിട്ട് 412 നിയമനങ്ങൾ കൂടി ഉടനെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. കാര്യം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവർ PSCക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഏകദേശം 298 ഒഴിവുകൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, KSFEക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി ബോർഡുകളിലായിട്ട് ഏകദേശം 412 നിയമനങ്ങൾ കൂടി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് ഉടനെ നടക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് പറയുന്നത് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള 298 ഒഴിവുകൾ KSFE ഇതുവരെ PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ചിലെ റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒഴിവുകൾ PSC മെയ് 5-ന് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതിനനുസരിച്ച് എന്ത് ചെയ്യും, അവർ എക്സാം നടത്തുകയും അതുപോലെ തന്നെ ആ 412 നിയമനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഉൾപ്പെടുത്തുന്നതെന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ പോകാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് പുതിയ അധ്യായ വർഷത്തിലും നമ്മുടെ LPST UPSCയുടെ റാങ്ക് ലിസ്റ്റുകൾ വരുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കി, വിജ്ഞാപനം വന്നിട്ട് 2.5 വർഷമായി, പക്ഷേ ഇതുവരെ നമ്മുടെ UPSCയുടെ ഇന്റർവ്യൂവും ഇനി ബാക്കിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ PSCയുടെ ഒരു മെല്ലപ്പോക്കാണ് നമുക്ക് ഈ ഒരു വാർത്തക്കകത്ത് കാണാനായിട്ട് കഴിയുന്നത്. വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് 2.5 വർഷമായിട്ടും വിദ്യാഭ്യാസ വകുപ്പിലെ LPSTയുടെയും UPSTയുടെയും റാങ്ക് ലിസ്റ്റുകൾ വൈകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന ഡേറ്റ് ഉൾപ്പെടെ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. 2019 ഡിസംബർ 31 ഗസറ്റിലായിരുന്നു ഈ വിജ്ഞാപനം വരുന്നത്. 2021 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ വിവിധ തീയതികളിലായിട്ടുള്ള ഷോർട്ട് ലിസ്റ്റുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പരീക്ഷ നടത്തി ഷോർട്ട് ലിസ്റ്റ് നടത്തി എന്നിട്ട് ഇതൊരു നിയമനമായില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികളെ വിഷമത്തിലാക്കുന്നതും അവരുടെ ജീവിത രീതികൾ അവരുടെ കണ്ടീഷൻസ് തന്നെ മാറ്റുന്ന ഒരു നയമാണ് ഇപ്പോൾ കേരള PSCയുടെ ഈ LPST UPSCയുടെ റാങ്ക് ലിസ്റ്റിൽ അവർ കാണിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു ഡേറ്റയുടെ കാര്യം പറയുന്നുണ്ടെന്ന് വെച്ചാൽ മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശകളുടെ കാര്യം, അത് LPSTയുടെയും UPSCയുടെയും നിയമന ശുപാർശകളുടെ കാര്യവും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ അവർ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറയേണ്ടത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നീട്ടൽ 545 പേർക്ക് ഉടൻ നിയമന ശുപാർശ ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ബാക്കിയുള്ള വാർത്തകളിലും വായിച്ചതാണ്, നമ്മുടെ മനോരമയും അതുപോലെ തന്നെ മാതൃഭൂമിയിലൊക്കെ നമ്മൾ വായിച്ചതാണ്. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടുന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധി ഉടൻ നടപ്പിലാക്കാനാണ് PSC തീരുമാനിച്ചിട്ടുള്ളത്. അർഹരായ 545
245 പേർക്കാണ് എന്ത് ചെയ്യുന്നത് ഈ മാസം തന്നെ നിയമന ശുപാർശ അയക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് നീട്ടുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 2018 മാർച്ച് 1-നാണ് എന്ത് ചെയ്യുന്നത് ഹൈക്കോടതി സബ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 15-നാണ് സുപ്രീം കോടതി ഇത് ശരിവെച്ചത്. ഫെബ്രുവരി 15-ന് സുപ്രീം കോടതി ശരിവെച്ചിട്ടും ഇപ്പോൾ ഈ ഒരു മെയ് മാസത്തിലാണ് എന്ത് ചെയ്യുന്നത് അതിനെ PSC പ്രാബല്യത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നീക്കി വെച്ചിട്ടുള്ള ഒഴിവുകളുടെ കാര്യം പറയുന്നുണ്ട്. സ്റ്റാഫ് നഴ്സ് ആരോഗ്യവകുപ്പ് 34, എറണാകുളത്ത് 55, 51, തിരുവനന്തപുരത്ത് 49, അങ്ങനെ അതിൻ്റെ ഒരു ഡേറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിവരത്തെക്കുറിച്ച് നമ്മളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഒരു സുപ്രീം കോടതി വിധിയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറയേണ്ടത് 43 തസ്തികകളിലേക്ക് PSCയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് 43 തസ്തികകൾ എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSCയുടെ വാർത്തകൾ എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ഇന്നലെ നമുക്ക് നമ്മുടെ 10th ലെവൽ പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരുന്നു അല്ലേ. മാത്സ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം വളരെയധികം സിമ്പിൾ ആയിരുന്നു. നമുക്കൊരു ആവറേജ് ഒരു 55 അല്ലെങ്കിൽ 50 മാർക്കിൽ കൂടുതൽ നമുക്കൊരു ആവറേജ് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു എക്സാം തന്നെയായിരുന്നു അത്. അപ്പോൾ ഇനിയും സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഒക്കെ എക്സാം വരാനായിട്ടുണ്ട്. സെക്കൻഡ് ഫേസ് ഹാൾ ടിക്കറ്റ് വന്നു എന്നും പറയുന്നുണ്ട്, വന്നില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ എൻ്റെ പരിചയക്കാർക്ക് ആർക്കും ഇതൊരു ഹാൾ ടിക്കറ്റ് വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റ് വന്നവർ പേഴ്സണലായിട്ട് തന്നെ അറിയുന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൻ്റെ ആ ഡേറ്റിൻ്റെ കാര്യം, ആ ഡേറ്റിൻ്റെ ആ പോർഷൻ നിങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു തരിക കേട്ടോ. വേറെ ഒന്നുമല്ല, ചോദിക്കുന്നവർക്ക് നമുക്ക് പറയണ്ടേ ഹാൾ ടിക്കറ്റ് വന്നോ വന്നില്ല എന്ന ഒരു വ്യക്തത വേണ്ടേ. ഓക്കെ, അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ്സിനും ഡിസ്കഷൻസിനും വേണ്ടി എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.